ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6ലെ ജോഗ്രഫിയിലെ 4th ലെസണായ മാപ്സ് എന്ന ലെസണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, you have learned the previous chapters about the advantage of globe. അപ്പോൾ ഗ്ലോബ് എന്തിനൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. However, globe has limitation as well as. Globe can be useful when we want to study the earth as a whole. But when we want to study only the parts of the earth and as about our countries, states, districts, towns and village, it is little help. In such situations, we make use of a map. A map is representation or a drawing of Earth's surface or a part of it drawn on a flat surface according to a scale. But it is impossible to flatten a round shape completely. We found the useful of various purposes. One map shows small areas and a few facts. Another maps contain many facts as a book. Then when many maps are put together, we get an atlas. Atlases are in various sizes, measurements drawn on different scales. Map provide more information than a globe. There is of different types. Some of them are described below. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? മാപ്പുകളെ പറ്റിയാണ്. അപ്പോൾ ഗ്ലോബ് നമ്മൾ കണ്ടു. ഗ്ലോബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെൻ വി വോണ്ട് ടു സ്റ്റഡി ദ എർത്ത് എസ് എ ഹോൾ. എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കി പഠിക്കുകയാണെങ്കിൽ, ആക്സസ് ഒക്കെ നോക്കി ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ? ഗ്ലോബിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് കൺട്രികളും സ്റ്റേറ്റ്സും ഡിസ്ട്രിക്ട്സും ടൗൺസും വില്ലേജും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഒരു മാപ്പാണ്. ഓക്കെ, A map is a representation or the drawing of Earth's surface or its part drawn in a flat surface according to the scale. അപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓർ എ ഡ്രോയിങ്, അല്ലേ? വരച്ചു വെച്ചേക്കാണ്. ഓഫ് എർത്ത് സർഫസ് ഓർ എ പാർട്ട് ഓഫ് എർത്ത്, അല്ലെങ്കിൽ ചെറിയ പോർഷൻ ഓൺ എ ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ. അക്കോർഡിംഗ് ടു എ സ്കെയിൽ, ഏതെങ്കിലും ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയെ നമുക്ക് നോക്കാം എന്താണ് ഒരു സ്കെയിൽ എന്നൊക്കെ. അക്കോർഡിംഗ് ടു എ സ്കെയിൽ അനുസരിച്ച് വരക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? മാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ആയിട്ടിരിക്കുന്ന നമ്മുടെ എർത്തിനെ പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത് കളയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു മാപ്പ് എടുക്കുമ്പോൾ അതിൽ വൺ മാപ്പ് ഷോ സ്മോൾ ഏരിയാസും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും മാത്രമേ കാണിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അധികം അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. ചില മാപ്പിൽ എന്താ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും എല്ലാ ചെറിയ വഴികളും ഒക്കെ കാണിക്കും. ഇനി ഇങ്ങനെ എല്ലാ മാപ്പുകളും ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്കൊരു ബുക്ക് കിട്ടും. ആ ബുക്കിൻ്റെ പേരാണ് അറ്റ്ലസ്. അറ്റ്ലസസ് പല സൈസിലും മെഷർമെൻറ്റ്സിലും സ്കെയിൽസിലും ഉള്ള അറ്റ്ലസസ് അവൈലബിൾ ആണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബിനേലും നമുക്ക് ഇൻഫോർമേഷൻ തരുന്നത് ആരാണ്? മാപ്സ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്ലോബ്. ഓക്കെ, there are different type and some of them are described below. അപ്പോൾ കുറേ ടൈപ്പ് ഉണ്ട്, അതിൽ കുറച്ച് ടൈപ്പൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഇസ് ഫിസിക്കൽ മാപ്പ്. എന്താണ് ഒരു ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ? ദ മാപ്പ് ഷോയിങ് ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സച്ചസ് മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, റിവേഴ്സ്, ഓഷ്യൻസ് എക്സെട്ര. മലകളും അതേപോലെ തന്നെ പുഴകളും പിന്നെ പ്ലാറ്റ്യൂ റീജിയൻസും പ്ലെയിൻസും റിവേഴ്സും ഓഷ്യൻസും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മാപ്പിൻ്റെ പേരെന്താണ്? ഇതൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലേ? ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയതുകൊണ്ട് ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ഫിസിക്കൽ മാപ്പ്. ഓക്കെ, ഇനി ഓർ റിലീഫ് മാപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ മാപ്പ്. എന്താണ്? ദ മാപ്പ് ഷോയിങ് സിറ്റീസ്, ടൗൺസ്, വില്ലേജസ് ആൻഡ് ഡിഫറെൻറ്റ് കൺട്രീസ്, സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ്. സിറ്റീസും ടൗൺസും കൺട്രീസും സ്റ്റേറ്റ്സും ഇങ്ങനെ മലയും കുന്നും ഒന്നും കാണിക്കത്തില്ല. വെറുതെ ജസ്റ്റ് ഏതൊക്കെ സിറ്റി ഉണ്ട്, കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലോ. ഇങ്ങനെ ഓരോ കൺട്രീസ് അല്ല സ്റ്റേറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലോ. ഇവിടെ കേരള എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാർക്ക് ചെയ്യില്ലേ? ഇവിടെ ഓരോ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെ ഓരോ പ്ലേസസും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിന് എന്ത് വിളിക്കുന്നത്? നമ്മൾ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ മാപ്പ്. ഓക്കെ,
അപ്പോൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ഫീച്ചേഴ്സ് ലൈക്ക് മൗണ്ടെയിൻസ്, പ്ലെയിൻസ്, റിവേഴ്സ്, ഓഷ്യൻസ് എക്സെട്ര. പൊളിറ്റിക്കൽ മാപ്പ് എന്താണ്? സിറ്റീസ്, ടൗൺസ്, വില്ലേജസ്, കൺട്രീസ് ഒക്കെ കാണിക്കും. ഇനി തെമാറ്റിക് മാപ്സ് എന്താണ്? Some map focus on special information such as road. Let us see. Road map. Road map, rainfall map showing distribution of forest industries are known as thematic map. എവിടെയൊക്കെ കാടുണ്ട്, എവിടെയൊക്കെ മഴ പെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് എവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുന്ന മാപ്പാണ് തെമാറ്റിക് മാപ്പ്. ഓക്കെ ദീസ് ആർ ദ ബേസിക് ഇൻഫോർമേഷൻ. നമുക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ഇൻഫോർമേഷൻ തരലാണ് അവരുടെ പ്രധാന ജോലി. ദർ ആർ 3 components ഓഫ് എ മാപ്പ്. ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സിമ്പിൾ. ഡിസ്റ്റൻസ് കാണിക്കണം, ഏത് ഡയറക്ഷൻസ് ഏതൊക്കെയുണ്ട്? നമുക്ക് 4 ഡയറക്ഷൻ ഉണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 4 ഡയറക്ഷൻസ്. അതേപോലെ തന്നെ പല സിമ്പിൾ, ഹോസ്പിറ്റലിനൊരു സിമ്പിൾ, അങ്ങനെ ഓരോന്നിനും ഓരോ സിമ്പിൾസ്, അതേപോലത്തെ സിമ്പിൾസ് അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മാപ്പിൻ്റെ 3 components. ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്റ്റൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ്. മാപ്പ് reduces entire world or a part of sheet of, or we can see map the reduced scale, but this reduces is done. Be careful so that the distance between the places is real. It can be possible when small distances on the paper represent a large distance on the ground. Therefore, a scale is chosen for this purpose. A scale is the ratio between the actual distance of the ground and the distance shown on a map. Scale എന്ന് പറഞ്ഞാൽ എന്താണ്? Scale is the ratio, division ആണ്, between the actual distance on the ground by distance shown on the map. അപ്പോൾ മാപ്പിൽ 1 കിലോമീറ്ററും 2 കിലോമീറ്ററും വെച്ചതൊന്നും വരക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു 10 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്ററിൽ 2 സെൻറ്റിമീറ്ററിലൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് വരക്കും. അപ്പോൾ എന്താണ്? ഡിവിഷനാണ് നടക്കുന്നത് അല്ലേ? ആക്ച്വൽ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്ര ആയിരിക്കും? ഒരു 1000 കിലോമീറ്റർ ആണെങ്കിൽ അതിനെന്ത് ചെയ്യും അവർ? ഡിസ്റ്റൻസ് ഷോൺ ഇൻ ദ മാപ്പ് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ വീതമാണ്, അല്ലെങ്കിൽ അത് ടോട്ടൽ 1000 കിലോമീറ്റർ ഇപ്പോൾ ആകെ 100 സെൻറ്റിമീറ്റർ കാണിച്ചുള്ളൂങ്കിൽ അവർ ഡിവൈഡ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്ത് വിളിക്കുന്നത്? സ്കെയിൽ. അപ്പോൾ സ്കെയിൽ മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലും മാപ്പിൻ്റെ സൈഡിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും സ്കെയിൽ ഏതാണെന്നും കൂടി. ഫോർ എക്സാമ്പിൾ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ ഹൗസ് ആൻഡ് ഹോം ഇസ് 10 കിലോമീറ്റർ. ഇഫ് യു ഷോ ദിസ് 10 കിലോമീറ്റർ ഇൻ ഡിസ്റ്റൻസ് ബൈ 2 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ്, ഇറ്റ് മീൻസ് ദാറ്റ് 1 സെൻറ്റിമീറ്റർ മീൻസ് 5 കിലോമീറ്റർ അല്ലേ? അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് എന്തായിട്ട് കൂട്ടിയാണ്? 5 കിലോമീറ്റർ. ദ സ്കെയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എനി മാപ്പ്. സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് കറക്റ്റ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാവണം, എത്ര കിലോമീറ്റർ ഉണ്ട്. You will be able to calculate the distance between the 2 places on the map. മാപ്പ് അനുസരിച്ച് നമുക്ക് എത്ര ദൂരമുണ്ട് സ്ഥലങ്ങൾ തമ്മിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. When large areas like countries, continents are shown on the paper where we use very very small scales, വളരെ വളരെ ചെറിയ സ്കെയിൽ, ഇപ്പോൾ 500 കിലോമീറ്റർ 5 സെൻറ്റിമീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ എന്താണ്? സ്മോൾ സ്കെയിൽ മാപ്സ് മീൻസ് we measure in a small scale, that is 500 kilometers അല്ലെങ്കിൽ 1000 kilometers 1 സെൻറ്റിമീറ്ററിൽ വെച്ച് മാർക്ക് ചെയ്യും സ്മോൾ സ്കെയിൽ മാപ്സ്. അതേപോലെ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സെൻറ്റിമീറ്റർ 500 മീറ്റർ വീതം, ചെറിയ 500 മീറ്റർ 5 സെൻറ്റിമീറ്റർ 500 മീറ്റർ വീതം റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ, large scale map give us more information than a small scale map. ലാർജ് സ്കെയിൽ മാപ്പാണ് നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്നത് ഒരു സ്മോൾ സ്കെയിൽ മാപ്പിനേലും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ലാർജ് സ്കെയിൽ മാപ്പ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗിവ് മോർ ഇൻഫോർമേഷൻ ദാൻ എ സ്മോൾ സ്കെയിൽ മാപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
നെക്സ്റ്റ് വൺ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഡയറക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ് മാപ്പ് കണ്ടെയ്ൻ ദ ആരോ മാർക്ക്ഡ് ദ ലെറ്റർ N at the top right hand corner. This arrow shows the north direction. This is the north line. When you know the north, you can find out other direction. For example, east, west and south. There are four major, നമുക്ക് എത്ര മേജർ ഡയറക്ഷൻസ് ഉണ്ട്? 4 മേജർ ഡയറക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു ഡയറക്ഷൻ തന്നെ കിട്ടി, അപ്പം നോർത്ത് തന്നെ കിട്ടിയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡയറക്ഷൻ ഈ മാപ്പിൻ്റെ നമ്മൾ ടോപ്പിൽ കണ്ടില്ലേ നോർത്ത് എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്? ഇതാണ് നമ്മൾ ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ അടിയിൽ കാണിച്ചിരിക്കുന്നതാണ് സ്കെയില്. 1 സെൻറ്റിമീറ്റർ എത്ര ഇവിടെ കൊടുത്തിരിക്കുന്നത്? 1 സെൻറ്റിമീറ്ററിന് 10 മീറ്റർ ആയിട്ടാണ് ഇവിടെ സ്കെയില് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? 4 ഡയറക്ഷൻസ്: നോർത്ത്, സൗത്ത് ആൻഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ദീസ് ആർ ദ കാർഡിനൽ പോയിന്റ്സ്. ഏതൊക്കെയാണ്? കാർഡിനൽ പോയിന്റ്സ് ആണ്. അതേപോലെ 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അതേപോലെ നോർത്ത് വെസ്റ്റും ഉണ്ട്. വി ക്യാൻ ലൊക്കേറ്റ് എനി പ്ലേസ് മോർ അക്യൂർലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഇൻഡ്. കുറച്ചും കൂടി അക്യൂർ. ഇപ്പം 4 സ്ഥലം വന്നാൽ നമുക്ക് നോർത്താണ്, സൗത്താണ്, ഈസ്റ്റാണ്, വെസ്റ്റാണെന്നല്ലേ മനസ്സിലാവുള്ളൂ. അതേപോലെ കുറച്ചും കൂടി അക്വറേറ്റായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻ്റർമീഡിയേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻ്റർമീഡിയേറ്റിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ഐഡിയ കിട്ടും. നോർത്ത് വെസ്റ്റ് ആണ്, നോർത്ത് ഈസ്റ്റ് ആണ്, നോർത്ത് സൗത്ത് ആണ്, അല്ലെ നോർത്ത് സൗത്ത് അല്ല സൗത്ത് ഈസ്റ്റ് ആണ്, സൗത്ത് വെസ്റ്റ് ആണെന്നൊക്കെ കുറച്ചുകൂടി ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, ഡയറക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി സെൻറ്റർ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് എ പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കോമ്പസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നത്, അല്ലേ? കോമ്പസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു ഫൈൻഡ് out the main direction. The magnetic needle always point towards the north-south direction. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും ഏത് ഡയറക്ഷനാണ് ഷോ ചെയ്യുള്ളൂ? നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് ഷോ ചെയ്യുള്ളൂ. എപ്പോൾ സസ്പെൻഡ് ചെയ്താലും ഒരു മാഗ്നറ്റിൻ്റെ നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് സസ്പെൻഡ് ചെയ്ത് കാണിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ സിമ്പിൾസ്. സിമ്പിളാണ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് എ മാപ്പ്. മൂന്നാമത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഏതാണ്? symbol. Okay, it is not possible to draw the map actual shape, size, different features like buildings, road, bridges, trees, railways, road, etc. എല്ലാം ഒന്നും നമുക്ക് മാപ്പിൽ ഇങ്ങനെ വരച്ചു വെക്കാൻ പറ്റത്തില്ല. So we use certain letters, shades, colored pictures, lines or symbols in a limited space. അപ്പോൾ കുറച്ച് സ്ഥലം, നമ്മുടെ മാപ്പ് ഒരു ചെറുതാണല്ലോ, ആ ചെറിയ സ്ഥലത്ത് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ചെറിയ ചെറിയ കളറായിട്ടും ചെറിയ ലെറ്റേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ പിക്ചേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ലൈൻസ് ആയിട്ടൊക്കെയാണ് ഓരോന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിത്ത് ദ യൂസ് ഓഫ് ദീസ് സിമ്പിൾസ് മാപ്സ് ക്യാൻ ബി ഡ്രോൺ ഈസിലി ആൻഡ് ആർ സിമ്പിൾ ടു റീഡ്. ഇതേപോലെ സിമ്പിൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാപ്പിനെ റീഡ് ചെയ്യാൻ പറ്റും. എന്താണ് മാപ്പിൽ കാണിച്ചിരിക്കുന്നതെന്ന് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതേപോലെ maps have the universal language that could be understood by all. There are the international agreement regarding the use of these symbols. അപ്പോൾ ഇൻ്റർനാഷണലി എല്ലായിടത്തും കുറച്ച് സിമ്പിൾസ് ഒക്കെ നമുക്ക് സെയിം ആയിട്ട് എല്ലാ മാപ്പിലും ഉപയോഗിക്കണമെന്നുണ്ട്. ഓക്കെ, the map have a universal language that can be understood by all. These are the international agreement regarding the use of these symbols. These are the conventional symbols. ഇവരെന്ത് വിളിക്കുന്നത്? കൺവെൻഷണൽ സിമ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് കൺവെൻഷണൽ സിമ്പിൾ? എന്താണ് നമ്മളത് പറയുന്നത്? കുറേ സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തോന്നിയ സിമ്പിൾസ് വരച്ചു വെച്ചാൽ എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് പാർട്ടി പോയാലും വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് സിമ്പിൾസ് എല്ലായിടത്തും സെയിം ആക്കി വെച്ചിട്ടുണ്ട്. ആ സിമ്പിൾസിനാണ് കൺവെൻഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ്. അതേപോലത്തെ കുറച്ച് കൺവെൻഷണൽ സിമ്പിൾസ് ആണ് നമുക്ക് അടിയിൽ കാണിച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് കൺവെൻഷണൽ സിമ്പിൾസ് എന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റെയിൽവേസിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് കണ്ട ഓരോരോ കട്ട്, ബ്രോഡ് ഗ്യാഗ്, ഇങ്ങനെ വിടവുള്ള പാലങ്ങൾ, അതേപോലെ മീറ്റർ ഗ്യാഗ് ഇതേപോലത്തെ, അതേപോലെ റെയിൽവേ സ്റ്റേഷൻസ് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റോഡുകൾ, മെറ്റൽ റോഡ്,
അൺമെറ്റൽഡ് റോഡ്. ഓക്കെ, അതേപോലെ ബൗണ്ടറീസ്, ഇന്റർനാഷണൽ ബൗണ്ടറീസ്, സ്റ്റേറ്റ് ബൗണ്ടറീസ്, ഡിസ്ട്രിക്ട് ബൗണ്ടറീസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അതേപോലെ റിവർ, വെല്ല്, ടാങ്ക്, കനാല്, ബ്രിഡ്ജ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ബ്രിഡ്ജ് നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ മോസ്ക്, ടെമ്പിള്, ചർച്ച്, മോസ്ക്, ഇതിലേതൊരു മോസ്ക്, ഇതും ചർച്ച് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫി ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, സെറ്റിൽമെന്റ് ഇങ്ങനെ കല്ലൊക്കെ കൂടി, ഗ്രാവിറ്റി ആക്ട്സ്, ട്രീസ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഗ്രാസ് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെ പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ഇതൊന്നും ചോദിക്കില്ല. ഏതൊക്കെയാണ് ആ കൺവെൻഷണൽ മെത്തേഡ്സ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. വേരിയസ് കളേഴ്സ് ആർ ഓൾസോ യൂസ്ഡ്. കുറച്ച് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഏതൊക്കെയാണ് ആ കളേഴ്സ്? ഫോർ എക്സാമ്പിൾ ബ്ലൂ ഫോർ വാട്ടർ ബോഡീസ് അല്ലെ, ബ്ലൂ കളർ വെള്ളത്തിന്, ബ്രൗൺ ഫോർ മൗണ്ടെയിൻസ്, യെല്ലോ ഫോർ പ്ലാറ്റ്യൂസ് ആൻഡ് ഗ്രീൻ ഫോർ പ്ലെയിൻസ്, പ്ലെയിൻസിന് ഗ്രീൻ. അതേപോലെ ഓരോരോ കളേഴ്സ് വെച്ചിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു മാപ്പ് നോക്കിക്കേ, ഈ ഒരു മാപ്പിൽ നമുക്ക് മനസ്സിലാവും, എന്തൊക്കെ മനസ്സിലാവും? ഇതൊരു ബ്രിഡ്ജാണ് അല്ലെ, അതേപോലെ ഇതൊരു ചർച്ചാണ്, സ്കൂളാണ്, ചർച്ചാണ്. ഇവിടെ ഒരു എന്ത് ഓഫീസ് ഉണ്ട്? പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫി ഓഫീസ്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഒരു റിവർ ഉണ്ട്, ഒരു പോണ്ട് ഉണ്ട്, കുറെ ട്രീസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഓരോന്നും നമുക്ക് ഒരു മാപ്പിൽ നിന്ന് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് സ്കെച്ചസ്. സ്കെച്ചസ് എന്താണ്? ഇറ്റ് ഈസ് ഡ്രോൺ മെയിൻലി ബേസ്ഡ് ഓൺ ദ മെമ്മറി ആൻഡ് സ്പോട്ട് ഒബ്സർവ്, നോട്ട് ടു ദ സ്കെയിൽ. നമ്മൾ വെറുതെ ഇങ്ങനെ വരയ്ക്കൂലേ, വെറുതെ ഇപ്പോൾ ഒരു കുട്ടിയുടെ വീടിൽ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ ടേൺ ചെയ്ത് ഒരു പോസ്റ്റ് ഓഫീസ്, അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പിന്നെ സ്ട്രെയിറ്റ് പോകുമ്പോഴാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയില്ലേ, സ്കെച്ച് ചെയ്ത് പറയില്ലേ. അപ്പോൾ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്രോൺ മെയിൻലി ബേസ്ഡ് ഓൺ മെമ്മറി, ഓർമ്മ വെച്ച് അങ്ങോട്ട് വരക്കും. ആൻഡ് സ്പോട്ട് ഒബ്സർവേഷൻ, അവിടെ എന്തൊക്കെ കണ്ട്, ഒരു കുളത്തിന്റെ സൈഡിൽ കൂടിയുള്ള റോഡ് എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ നമ്മ, ആ സ്പോട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മ ഇങ്ങനെ അളക്കൊന്നുമില്ല ഇത്ര മീറ്ററിന്റെ എനിക്ക്, നോട്ട് ടു ദ സ്കെയിൽ അനുസരിച്ചല്ല, നമ്മ ഇങ്ങനെ ജസ്റ്റ് ഒരു ഊഹം വെച്ച് വരക്കുക. ഇതാണ് സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. സംടൈംസ് എ റഫ് ഡ്രോയിങ് ഈസ് റിക്വയർഡ് ഫോർ ദ ഏരിയ ടു ടെൽ എ പർട്ടിക്കുലർ പ്ലേസ് ലൊക്കേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു അതർ പ്ലേസ്. ഇപ്പം നമ്മൾ പറയില്ലേ സ്കൂളിന്റെ അടുത്താണ്, ഇപ്പൊ ലുലു മാളിന്റെ അടുത്താണ് വീട് എന്നൊക്കെ പറയില്ല. അപ്പൊ എന്താണ്, നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, ബട്ട് യു ഡോണ്ട് നോ ദ വേ. കറക്റ്റ് നമുക്ക് ആ വേ അറിഞ്ഞൂടാ, പക്ഷെ ആ സ്ഥലത്തോട്ടുള്ള വേ നമുക്ക് കറക്റ്റ് അറിയായിരിക്കും അല്ലെ. ഇപ്പൊ ലുലു മാളിൽ പോകാനുള്ള വേ നമുക്കറിയാം. അപ്പൊ അതിന്റെ അടുത്ത് എന്നിട്ട് പിന്നെ ആ സ്കെച്ച് പ്രകാരം നമുക്ക് മനസ്സിലാക്കി എടുത്താൽ മതി എവിടെയാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വീടെന്ന്. ഓക്കെ, സച്ച് എ റഫ് ഡ്രോയിങ് വിത്തൗട്ട് എ സ്കെയിൽ ഇസ് നോൺ ആസ് എ സ്കെച്ച്ഡ് മാപ്പ്. അപ്പം അതേപോലെ ഇങ്ങനെ എന്താണ്, ജസ്റ്റ് ഇങ്ങനെ റഫാക്കി വരച്ചെടുക്കുന്നതിന് എന്ത് വിളിക്കുന്നത്? സ്കെച്ച് എന്ന് പറയുന്നത്. പ്ലാൻ, വാട്ട് ഈസ് എ പ്ലാൻ? എ പ്ലാൻ ഈസ് എ ഡ്രോയിങ് ഓഫ് എ സ്മോൾ ഏരിയ ഓൺ എ ലാർജ് സ്കെയിൽ. ചെറിയ ഏരിയ തന്നെ വലിയതാക്കി വരക്കുന്നതിനാണ് അല്ലേ. ഇപ്പം നമ്മൾ ഓരോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ലേ, ഇന്ന സ്റ്റോർ ഇവിടെ, ഇന്ന സ്റ്റോർ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ആ ചെറിയ സ്പേസ് അല്ലായിരിക്കും ആ മോള്. അതിൻ്റെ ഉള്ള എല്ലാ ഏരിയയും എല്ലാ പോർഷൻസും വലുതായിട്ട് അവർ റെപ്രസെന്റ് ചെയ്യില്ല ലാർജ് സ്കെയില്. അതിന് എന്ത് വിളിക്കുന്നത്? പ്ലാൻ. അതേപോലെ നമ്മൾ വീട് വെക്കാൻ നേരത്ത് ഓരോ ചെറിയ കാര്യങ്ങളും കറക്റ്റായിട്ട് ലാർജ് സ്കെയിൽ റെപ്രസെന്റ് ചെയ്യും അല്ലേ, അതാണ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. എ ലാർജ് സ്കെയിൽ മാപ്പ് ഗിവസ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ. അപ്പോൾ ഈ വലിയ സ്കെയിലിൽ പ്ലാൻ വരക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കുറേ ഇൻഫോർമേഷൻ അതിൽ നിന്ന് കിട്ടും. Okay, but there are certain things that we may sometimes want to know. For example, length, breadth എത്ര എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ബാക്കിയുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യും? നമുക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്തില്? ഇൻ കേസ് ഓഫ് എ പ്ലാൻ. അപ്പൊ സ്കെച്ചും പ്ലാനും ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ ലെസണിന്റെ ലാസ്റ്റായി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും തന്നെയാണ്. സോ നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, അതേപോലെ നമുക്കത് ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. വാട്ട് ആർ ദ 3 components ഓഫ് മാപ്പ്? നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഡയറക്ഷൻ,
ഡിസ്റ്റൻസ് ആൻഡ് സ്കെയിൽ അല്ലേ, ഡയറക്ഷൻ, ഡിസ്റ്റൻസ് ആൻഡ് സ്കെയിൽ. 4 കാർഡിനൽ ഡയറക്ഷൻ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. പിന്നെ സ്കെയിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്കെയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഗിവൻ ഡിസ്റ്റൻസ്, നമ്മൾ വരക്കുന്ന ഡിസ്റ്റൻസ് ടു ദ ആക്ച്വൽ ഡിസ്റ്റൻസ്, അതല്ലേ. ഇനി ഡിസ്റ്റൻസ് വൈ മാപ്സ് ആർ മോർ ഹെൽപ്ഫുൾ ദാൻ ഗ്ലോബ്സ്. എന്താണ്, മാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്ലേസും ഓരോ കൺട്രീസും സ്റ്റേറ്റ്സും ഡിസ്ട്രിക്ട്സും ഒക്കെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഗ്ലോബ് യൂസ് ചെയ്യുന്നത് ആസ് എ ഹോൾ എർത്തിനെ നോക്കുമ്പോഴാണ് നമുക്ക് ഗ്ലോബിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ആക്സിസും ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും ഒക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യം നമുക്ക് ഉള്ളൂ. ഓക്കെ, ഇനി വിച്ച് മാപ്പ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ലാർജ് സ്കെയിൽ മാപ്സ് അല്ലേ. ഹൗ ഡസ് സിമ്പിൾസ് ഹെൽപ്പ് ഇൻ റീഡിങ് മാപ്പ്. നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഈ സിമ്പിൾസ് യൂസ് ചെയ്ത് നമുക്ക് മാപ്പ് വായിച്ചെടുക്കാൻ പറ്റും അല്ലേ. പല പല സിമ്പിൾസ് ഉണ്ട്, ഈസി ടു ഐഡൻറ്റിഫൈ ആണ് അല്ലേ. അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ഇനി മാപ്സ് ഷോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോറസ്റ്റ് ആർ കോൾഡ് ഏതാണ്, തെമാറ്റിക് മാപ്പ്. ഓക്കെ, ബ്ലൂ കളർ ഷോസ് വാട്ടർ ബോഡീസ്. കോമ്പസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. സ്കെയിൽ ഈസ് നെസസറി ഫോർ എ മാപ്പ്. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസേഴ്സ്. സോ നമ്മുടെ ലെസണും അതിൻ്റെ ബാക്കിലുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് ലെസൺ വേണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.